നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നത് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെമിനാർ എന്തിനെ പറ്റിയിട്ടായിരുന്നു എന്ന് വെച്ചാൽ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട്. അങ്ങനെ പിന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഏതോ ഒരു മിസ് അതുവഴി വന്നിട്ട് പറഞ്ഞു സെമിനാർ നടപ്പുണ്ട്, പിള്ളേരെല്ലാം ഓഡിറ്റോറിയത്തിലോട്ട് വിടുക. അത് അറ്റൻഡ് ചെയ്യാത്തവർക്കാർക്കും അറ്റൻഡൻസ് തരില്ലെന്ന് പറഞ്ഞു. പോയിരുന്നതാണെങ്കിലോ എ സിയുടെയും ഫാനിൻ്റെയും നടുക്ക് ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ പിന്നെ ആ എ സിയുടെ ഫാനിൻ്റെ നടുക്കിൽ നിന്ന് ഉറക്കം വന്ന് അങ്ങനെ ഇരുന്ന് തൂങ്ങി. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേന് പ്രിൻസിപ്പൾ, സെമിനാർ എടുക്കാൻ വന്ന സാറും ഒക്കെ വന്ന് അവിടെ പ്രിൻസിപ്പൾ ആ വന്ന സാറിനെ സ്വാഗതമൊക്കെ ചെയ്ത് പുള്ളിക്കാരനെ എന്താണ്ടൊക്കെ വന്നു പുള്ളിക്കാരനെ പറ്റിയിട്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങനെ കുറേ നേരം സംസാരിച്ച്. പിന്നെ നമുക്ക് 1 മണിക്കൂറുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേന് പ്രിൻസിപ്പൾ പറഞ്ഞു എല്ലാവരും വന്ന് ക്ലാസ്സിലോട്ട് തിരിച്ച് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ക്ലാസ്സിൽ പോയിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പി ജിയിൽ വന്നപ്പോഴത്തേനും അവിടുത്തെ തുണി അലക്കമുണ്ടല്ലോ. അങ്ങനെ ഒരു തുണി അലക്കാനായിട്ട് ഒരു സോപ്പ് പൊടി വാങ്ങിക്കൊണ്ടത് തുണി അലക്കി. സോപ്പ് പൊടി മാത്രമല്ല ഐസ്ക്രീം വാങ്ങി. ഈ തുണി അലക്കാൻ ടെറസിൽ പോകുമ്പോഴത്തേന് ഈ തുണി അലക്കി കിട്ടുന്നോടം വരെ നമുക്ക് ടെറസിൽ നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി. എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമല്ലേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങി അതും എടുത്ത് ടെറസിലോട്ട് പോന്നു. അങ്ങനെ അതങ്ങനെ അവിടെ നിന്ന് കഴിച്ച് തീർത്ത് അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് വെച്ചു. ഈ ബാംഗ്ലൂരിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ടെറസിൻ്റെ പൊക്കത്ത് കയറിയാലും പല പല വലിപ്പത്തിലുള്ള ഫ്ലാറ്റുകളെ കാണാൻ പറ്റത്തുള്ളൂ. അതൊരു ഭംഗിയാണ്. അങ്ങനെ പിന്നെ അതെല്ലാം കണ്ട് കേട്ട് പിറക്കി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നിന്ന് ഞാൻ എടുത്തു. പിന്നെ ഞാൻ നേരെ റൂമിലോട്ട് പോരാമെന്ന് വെച്ചു. അങ്ങനെ പിന്നെ നമ്മളെ പി ജിയിൽ ലിഫ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് വലിയ ഭാഗ്യം, സ്റ്റെപ്പ് ഇറങ്ങി മടുക്കണ്ട. അങ്ങനെ പിന്നെ ലിഫ്റ്റിലെല്ലാം കയറി. ലിഫ്റ്റിലെ കണ്ണാടിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. മണ്ടയിലത്തെ കണ്ണാടി ഇച്ചിരിയും കൂടെ നല്ലതായിരുന്നു, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബായ്.